നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. ബൈത്തു സക്കാത്ത് കേരളയുടെ വിദ്യാഭ്യാസ സഹായ പദ്ധതി പൂർത്തീകരണ പ്രഖ്യാപന സമ്മേളനം നടന്നു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്ക് തുക അനുവദിച്ച് ചേർത്ത് പിടിക്കുകയാണ് സംസ്ഥാന ബജറ്റ് 2024-25. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. പുല്ലൂറ്റ് കോഴിക്കടയിൽ സ്റ്റീൽ വേൾഡ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. ഓഫീസ് മുറിയിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപ നഷ്ടപ്പെട്ടതായി സ്ഥാപന ഉടമ മുഹമ്മദ് അലി പറഞ്ഞു. ഓഫീസ് റൂമിന്റെ ഷട്ടറിന്റെയും ചില്ല് വാതിലിന്റെയും താഴുകൾ തകർത്താണ് മോഷ്ടാവ് അകത്തു കയറിയത്. സ്ഥാപനത്തിലെ CCTV ക്യാമറകൾ ദിശ മാറ്റിയ നിലയിലാണ്. ഇന്ന് രാവിലെ 8 മണിയോടെ സ്ഥാപനം തുറക്കാനെത്തിയ ജീവനക്കാരാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരാഴ്ചക്കിടയിൽ ഇത് 3-ാം തവണയാണ് കൊടുങ്ങല്ലൂരിൽ മോഷണം നടക്കുന്നത്. ബൈത്തു സക്കാത്ത് കേരളയുടെ വിദ്യാഭ്യാസ സഹായ പദ്ധതി പൂർത്തീകരണ പ്രഖ്യാപന സമ്മേളനം നടന്നു. ഇസ്ലാമിനെ കുറിച്ച് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും തെറ്റിദ്ധരിപ്പിക്കലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഇസ്ലാമിന്റെ സൗന്ദര്യം പ്രതിഫലിപ്പിക്കാനും പ്രായോഗികമായി പ്രതിനിധാനം ചെയ്യാനും സക്കാത്തിന്റെ ശരിയായ വിതരണത്തിലൂടെ സാധ്യമാകണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേന്ദ്ര കൂടിയാലോചനാ സമിതി അംഗം MI അബ്ദുൽ അസീസ്. പല കാരണങ്ങളാൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുള്ള സമൂഹത്തിന് ഇസ്ലാമിന്റെ മഹനീയ മാതൃകകൾ പ്രാക്ടിക്കലായി കാണാൻ അവസരം സൃഷ്ടിക്കുക ബൈത്തു സക്കാത്ത് കേരള അതിന്റെ ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്നു. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറെ അവഗണിക്കപ്പെട്ടു പോയിട്ടുള്ള ഒന്നാണ് സക്കാത്ത്. നമസ്കാരമാണ് ഷഹാദത്ത് കഴിഞ്ഞാൽ അതിലൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആ നമസ്കാരം നിർവഹിക്കപ്പെടാൻ, അത് സംഘടിതമായി തന്നെ നിർവഹിക്കപ്പെടാൻ മുസ്ലിം ഉമ്മത്ത് മത്സരിച്ചുകൊണ്ട് ധാരാളം സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വ്യത്യസ്ത വിഭാഗങ്ങൾ, സംഘടനകൾ, ജമാഅത്തുകൾ, മഹല്ലുകൾ, വളരെ മനോഹരമായിട്ടുള്ള മസാജിദുകൾ, പള്ളികൾ നിർമ്മിച്ച് നമസ്കാരം അതിന്റെ പൂർണ്ണ ചൈതന്യത്തോടുകൂടി നിർവഹിക്കപ്പെടണം എന്ന് മുസ്ലിം സമൂഹം പ്രായോഗികമായി നടപ്പിലാക്കുന്നുണ്ട്. മൂന്നാമതായി വരുന്ന നോമ്പ് അത് വരാൻ പോവുകയാണ്. ആ നോമ്പിന്റെ കാര്യത്തിലും നമ്മുടെയൊക്കെ വീടുകളിലും കുടുംബങ്ങളിലും മുസ്ലിം സമൂഹത്തിലും അൽഹംദുലില്ലാഹ് വലിയ അളവിലുള്ള പരിഗണനകളുണ്ട്. ബൈത്തു സക്കാത്ത് കേരളയുടെ വിദ്യാഭ്യാസ സഹായ പദ്ധതി പൂർത്തീകരണ പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സക്കാത്ത് സമ്പന്നന്റെ ഔദാര്യമല്ല, ദരിദ്രന്റെ അവകാശമാണ്. ഇസ്ലാമിലെ സക്കാത്ത് സംഘടിതമാണ്. അതിനാൽ സക്കാത്തിന്റെ സംഭരണവും വിതരണവും എല്ലാ മഹല്ലുകളും ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ശാന്തിപുരം ARV കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനത്തിൽ ബൈത്തു സക്കാത്ത് കേരള ചെയർമാൻ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി, MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, KNM ജില്ലാ സെക്രട്ടറി EK ഇബ്രാഹിം കുട്ടി മൗലവി, ജമാഅത്തെ ഇസ്ലാമി കേരള വനിതാ വിഭാഗം വൈസ് പ്രസിഡന്റ് ഖദീജ റഹ്മാൻ, ആസ ഗ്രൂപ്പ് MD CP സ്വാലിഹ്, പീപ്പിൾസ് ഫൗണ്ടേഷൻ തിരൂർ സെക്രട്ടറി അയൂബ്, സ്വാഗത സംഘം കൺവീനർ TB അബ്ദുൽ ലത്തീഫ്, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമിതി അംഗം MM അനസ്, ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK ഷാനവാസ് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്ക് തുക അനുവദിച്ച് ചേർത്ത് പിടിക്കുകയാണ് സംസ്ഥാന ബജറ്റ്. ദേശീയപാത വികസനം പൂർത്തീകരിക്കുന്നതിനും ലൈഫ് മിഷനിലൂടെ വീട് നൽകുന്നതിനും പുനർഗേഹം പദ്ധതിക്കായും കഴിഞ്ഞ വർഷത്തേക്കാളും ഇരട്ടി തുക വകയിരുത്തിയതും മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിച്ചതും തീരസംരക്ഷണത്തിനായി 15 കോടി അനുവദിക്കപ്പെട്ടതും നവകേരള പദ്ധതിക്കായി 35 കോടി രൂപ വകയിരുത്തിയതും പ്രവാസി ക്ഷേമത്തിനായി വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ സംസ്ഥാന ബജറ്റിൽ തീരദേശ മണ്ഡലമായ കയ്പമംഗലത്തിന് പൊതുനേട്ടങ്ങൾ ഏറെയാണ്. മണ്ഡലത്തിന്റെ തനത് ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചത് മണ്ഡലത്തിന് ഏറെ ഗുണകരമാകും. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമായ മണ്ഡലത്തിലെ 3 പീടിക ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് മാറ്റാനായി ജംഗ്ഷന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ച് ട്രാഫിക് കുരുക്ക് മാറ്റുന്നതിനായി ബജറ്റിൽ 2 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്.
മണ്ഡലത്തിലെ യുവജനങ്ങളുടെയും കുട്ടികളുടെയും പ്രധാന ആവശ്യമാണ് പൊതു കളിസ്ഥലം ഉണ്ടാക്കുക എന്നത്. ഇതിന്റെ ഭാഗമായി കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിനായി 1.5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിലെ 60ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന 60-ാം കോളനിയിൽ നിരവധി ഉൾവഴികളുണ്ട്. ഇവ നവീകരിക്കുന്നതിനും കോളനിയിലെ കാനകൾ പുനർനിർമ്മിച്ച് കോളനിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുമായി 2 കോടി രൂപ അനുവദിച്ചു. മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളികളിൽ ഏറെ പേരും തിങ്ങിപ്പാർക്കുന്ന എറിയാട് ഗ്രാമപഞ്ചായത്തിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച് ഇന്ന് ജീർണനാവസ്ഥയിലായി നിൽക്കുന്ന ആറാട്ടുവഴി പാലത്തിന്റെ നിർമ്മാണത്തിനായി 4 കോടി രൂപ വകയിരുത്തി. മതിലകം രജിസ്ട്രാർ ഓഫീസ് കെട്ടിട പുനർനിർമ്മാണത്തിന് 1 കോടി രൂപ അനുവദിച്ചു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അയൽക്കൂട്ട സദസ്സുകളിൽ ഉയർന്നുവന്ന ഒരു ആവശ്യമായിരുന്നു 3 പീടിക മാർക്കറ്റ് കെട്ടിട നിർമ്മാണം. ഇതുമായി ബന്ധപ്പെട്ട് കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയിൽ ബജറ്റിൽ 7 കോടി രൂപ വകയിരുത്തി. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ GLPS വേക്കാട്, GFLPS വെമ്പല്ലൂർ എന്നീ വിദ്യാലയങ്ങൾക്ക് പുതിയ കെട്ടിടത്തിനായി തുക അനുവദിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളെയും തമ്മിൽ ബന്ധപ്പെടുത്തി അഴീക്കോട് പടന്നം മുതൽ എടത്തുരുത്തി പാലപ്പെട്ടി റോഡ് വരെ പോകുന്ന ഉൾനാടൻ ഗ്രാമീണ റോഡിന്റെ നവീകരണത്തിനായി സംസ്ഥാന ബജറ്റിൽ തുക അനുവദിച്ചു. മണ്ഡലത്തിലെ പട്ടികജാതി വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി എടത്തുരുത്തിയിൽ സ്വയം തൊഴിൽ വ്യവസായ കേന്ദ്ര നിർമ്മാണത്തിനും 1.5 കോടി രൂപ വകയിരുത്തി. അടിസ്ഥാന വികസന കാര്യത്തിൽ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ വെമ്പല്ലൂർ വേക്കോട് സുനാമി കോളനി നവീകരിക്കുന്നതിനു വേണ്ടി തുക വകയിരുത്തി. എടത്തുരുത്തി പട്ടികജാതി ITIക്ക് പുതിയ കെട്ടിട നിർമ്മാണത്തിനും തുക വകയിരുത്തിയിട്ടുണ്ട്. മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഉതകുന്ന കമ്പനിക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ, അഴീക്കോട് പൂച്ചക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ എന്നിവയുടെ നിർമ്മാണത്തിനും തുക വകയിരുത്തി. ആൽഫ ഹോസ്പീസിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. വാർദ്ധക്യവും രോഗങ്ങളും അപകടങ്ങളും ശരീരവും മനസ്സും തളർത്തിയവർക്ക് ജീവിതാന്ത്യ പരിചരണവും ദീർഘകാല പരിചരണവും നൽകാനും വൃക്കകൾ പ്രവർത്തനരഹിതമായവർക്ക് ഡയാലിസിസും പരസഹായമില്ലാതെ ജീവിതം സാധ്യമല്ലാത്ത എന്നാൽ പരിചരിക്കാൻ ഉറ്റവരില്ലാത്തവർക്ക് ആശ്രയവും നൽകുന്ന ആൽഫ ഹോസ്പീസിന്റെ നിർമ്മാണോദ്ഘാടനം എടമുട്ടത്തെ ആൽഫ പാലിയേറ്റീവ് കെയർ ആസ്ഥാനത്ത് ജില്ലാ കലക്ടർ VR കൃഷ്ണതേജ നിർവഹിച്ചു. ഞാൻ 2016-17 ഇവിടെ ട്രെയിനി കളക്ടറായിട്ട് വന്ന സമയത്തു അന്നത്തെ കളക്ടറായ ശ്രീ കൗശികൻ സാർ എന്നോട് ഒരു ദിവസം പറഞ്ഞു, തൃശ്ശൂരിൽ നിങ്ങൾ 2 ഓർഗനൈസേഷൻസ് കുറിച്ച് നന്നായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു. അതിൽ ഒരെണ്ണം ആക്ട്സ് ആണ്, രണ്ടാമത്തെ ആൽഫ പാലിയേറ്റീവ് കെയർ ആണ്. ഞാൻ ട്രെയിനി കളക്ടറായിട്ടുള്ള സമയത്ത് കേട്ട ഒരു പേരാണ് ആൽഫ പാലിയേറ്റീവ് കെയർ. അതിനുശേഷം എനിക്ക് മനസ്സിലായി ആക്ട്സ് ആൻഡ് ആൽഫ പാലിയേറ്റീവ് കെയർ ആർ ഡൂയിങ് ലോട്ട് ഓഫ് ഗുഡ് വർക്ക് ആൻഡ് ഐ ഗോട്ട് ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് ദ റിപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ബോത്ത് ഓർഗനൈസേഷൻസ്. ആൻഡ് ഇന്ന് ഒത്തിരി തിരക്കുണ്ടാണെങ്കിലും ആൽഫ പാലിയേറ്റീവ് കെയർ ചെയ്യാൻ പോകുന്ന ഈ ഒരു കൺസ്ട്രക്ഷൻക്ക് ഐ ഹാവ് ടു ബി പ്രസൻറ്റ് എന്ന നിലയിൽ 5 minutes ആണെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് പോകണമെന്ന ഒരു ഇതിലാണ് ഞാൻ ഇവിടെ വരെ വന്നത്. ബിക്കോസ് ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ ദാറ്റ് ഫോർ എവറി ഗുഡ് വർക്ക് ഡൺ ബൈ ആൽഫ പാലിയേറ്റീവ് കെയർ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ വിൽ ബി വിത്ത് ആൽഫ പാലിയേറ്റീവ് കെയർ. ജില്ലാ ഭരണകൂടം ആൽഫ പാലിയേറ്റീവ് കെയറോടൊപ്പം ഉണ്ടാകും. അവർ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ജില്ലാ ഭരണകൂടത്തിൻ്റെ മുഴുവൻ പിന്തുണ ഉണ്ടാകുമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരെ എത്തിച്ചേരുന്നത്. തീർച്ചയായിട്ടും അങ്ങ് എല്ലാവരും പിന്തുണ നൽകുന്ന പോലെ ജില്ലാ കളക്ടറിൽ ഞാനും ജില്ലാ ഭരണകൂടവും ആൽഫ പാലിയേറ്റീവ് കെയർക്ക് പിന്തുണ നൽകുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ പദ്ധതി വിശദീകരണവും സിനിമാ സംവിധായകൻ സത്യൻ അന്തിക്കാട് അനുഗ്രഹ പ്രഭാഷണവും നടത്തി. നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. പലപ്പോഴും പല സദസ്സുകളിലും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നിരാലംബരുടെ കണ്ണീരൊപ്പുക, അവശത അനുഭവിക്കുന്നവരെ കൂടെ നിൽക്കുക. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് മുന്നിട്ടിറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം അങ്ങോട്ട് ഇറങ്ങുകയാണ്. അതിനുള്ള ഫണ്ട് എവിടെ നിന്ന് കിട്ടുന്നോ അതല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നോ അതൊക്കെ വന്ന് ചേരുമെന്നുള്ളതാണ്. ഞാൻ പണ്ടൊരിക്കൽ ഒരു മീറ്റിങ്ങിൽ ആൽഫയുടെ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മുടെ പ്രസിഡൻ്റായിരുന്ന APJ അബ്ദുൽ കലാം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ വഴികൾ ഉണ്ടാവില്ല, കാട് പിടിച്ച് കിടക്കുന്ന വഴികളായിരിക്കും, വഴി ഉണ്ടാവില്ല. നിങ്ങൾ നടന്നേക്കുക, അത് പുറകിൽ വരുന്നവർക്ക് വഴിയായി മാറുമെന്നാണ്. ഇവിടെ നൂറുദ്ദീനും സംഘവും അങ്ങനെ നടക്കുകയാണ്. അത് നല്ല വഴിയായിട്ട് മാറുന്നു, മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. നമുക്കെപ്പോഴും ജീവിത സായാഹ്നത്തിൽ അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ആർക്ക് എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ നിവൃത്തിയില്ലല്ലോ. ഒരിക്കലും ഈ നിമിഷത്തിന് അപ്പുറത്തുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്കറിയില്ല.
അഹങ്കരിക്കാനൊന്നുമില്ല എന്നുള്ളത് നമുക്ക് ചുറ്റും നോക്കിയാൽ മനസ്സിലാവും. ഒന്നും അഹങ്കരിക്കാനില്ല. എത്ര ധനം ഉണ്ടെങ്കിലും അഹങ്കരിക്കാനില്ല, എത്ര പേരും പ്രശസ്തിയും ഉണ്ടെങ്കിലും അഹങ്കരിക്കാനില്ല. നമ്മളെല്ലാവരും ഈ ഭൂമി എന്ന കുടുംബത്തിൽ അംഗങ്ങൾ മാത്രമാണ്. ആസ ഗ്രൂപ്പ് ചെയർമാൻ CP സാലിഹ്, മെയ്സലൂൺ ഗ്രൂപ്പ് CMD സുമാ വേളേക്കാട്ട്, ഫ്ലോറോ ഗ്രൂപ്പ് ചെയർമാൻ VA ഹസൻ, VS സുഗുണൻ, രവി കണ്ണമ്പിള്ളിൽ, VJ തോംസൺ, KA ഖദീജ ബി, ആൽഫ ഹോസ്പീസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ പ്രസിഡന്റ് ബാബു പാനിക്കുളം, സെക്രട്ടറി റഷീദ് ആതിര തുടങ്ങിയവർ സംസാരിച്ചു. ജീവിതാന്തി പരിചരണം നൽകാൻ 50 ഹൈ ഡിപ്പെൻഡൻസി മുറികൾ, കഴുത്തിന് കീഴെ തളർന്ന ഫിസിയോതെറാപ്പി പരിചരണം ആവശ്യമുള്ള 140 പേരെ പ്രവേശിപ്പിക്കാവുന്ന 70 മുറികൾ, 140 ബെഡുകളുള്ള ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് സെന്റർ, 32 മെഷീനുകളുള്ള ഡയാലിസിസ് സെന്റർ, 36 മുറികളുള്ള കെയർ ഹോം എന്നിവയും നൂതന പരിശോധന ചികിത്സാ സംവിധാനങ്ങളുമെല്ലാം ഉൾപ്പെട്ടതായിരിക്കും ആൽഫ ഹോസ്പീസ് പാലിയേറ്റീവ് കെയർ രംഗത്തെ പുനർനിർവചിക്കാൻ കൂടി ഉദ്ദേശിച്ചാണ് ലോകത്തിന് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. 36 മുറികളുള്ള 12 ഫ്ലാറ്റുകളിൽ നമ്മൾ അവിടെ എല്ലാ ജാതി മത വിശ്വാസം ഉള്ള ആളുകളെ ഇതിനകത്തുണ്ട്. അവരെല്ലാവരും ഒരേ അമ്മ പെറ്റ മക്കളെ പോലെ ഒരുമിച്ച് ജീവിക്കുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഒരു ഫീസും വാങ്ങാതെ നമുക്ക് നടത്തിക്കൊണ്ട് പോകണം. ഒരു ഫീസും വാങ്ങാതെ ഭക്ഷണം സൗജന്യം, ചികിത്സ സൗജന്യം, മരുന്നുകൾ സൗജന്യം, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്നിനും നമ്മൾ ചാർജ് ചെയ്യരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ മറ്റൊരു സമയത്തല്ല ചെയ്യേണ്ടത്, ഈ സമയത്താണ് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മളത് കേരളം മുഴുവൻ ഈ മോഡൽ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരേ സമയം 190 പേർക്ക് ലോക നിലവാരത്തിൽ പാലിയേറ്റീവ് കെയർ കിടത്തി ചികിത്സ നൽകാൻ കേന്ദ്രത്തിന് കഴിയും. കൂരിക്കുഴി മഹൽ പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ചുഴിയിൽ ഹ്രസ്വചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചു. കൂരിക്കുഴി AM UP സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. KMPA ചെയർമാൻ PM ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ ക്ലാസ് നയിച്ചു. ഈ ലഹരിക്കെതിരായിട്ട് നമ്മൾ ഓരോരുത്തരും കൈകോർത്ത് നിന്നാൽ മാത്രമേ നമുക്കത് നിശേഷം നമ്മുടെ സമൂഹത്തിൽ നിന്നും തുളച്ചു മാറ്റാൻ കഴിയൂ. അതിലൊരു പ്രധാന പങ്ക് രക്ഷകർത്താക്കൾക്കുണ്ട്. കാരണം തങ്ങളുടെ മക്കൾ സ്കൂളിൽ പോയി പഠിച്ചതിന് ശേഷം വരുമ്പോൾ അവരുടെ ബാഗുകളും മറ്റും നമ്മൾ സ്ഥിരമായി പരിശോധിച്ച് നോക്കേണ്ടതാണ്. എന്തെങ്കിലും അതിൽ ഇത്തരം ലഹരി വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ അത് കണ്ടെത്തിയാൽ നമുക്ക് അവരെ നിയന്ത്രിക്കാനും നമുക്ക് അവരെ അതിൻ്റെ പിടിയിൽ നിന്നും അവരെ രക്ഷിക്കാനും നമുക്ക് കഴിയും. ഒരുപാട് താമസിച്ചു കഴിഞ്ഞാൽ അവർ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വളരെ ശ്രമകരമാണ് നമ്മുടെ ജോലി. അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ എല്ലാ കുട്ടികളെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. ആ ഡോക്യുമെൻ്ററിയിൽ പറയുന്നുണ്ട്, എന്താണ്, മക്കളെ വിശ്വസിക്കണം, പക്ഷേ അത് നമ്മൾ കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കരുത്. കാരണം മക്കളെ ചതിക്കുഴിയിൽ പെടുത്താൻ ലഹരി മാഫിയ അവർ ചുറ്റും പതിയിരിക്കുന്നുണ്ട്. സ്കൂൾ പ്രധാനാധ്യാപിക P ബിന്ദു, പഞ്ചായത്ത് അംഗം PM സൈനുൽ ആബിദീൻ, KMPA UAE പ്രസിഡന്റ് KA ജാഫർ സാദിഖ്, കൺവീനർ TK ഉബൈദ്, ട്രഷറർ KK ഹംസ, KA അബ്ദുൽ ഹസീബ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ വിഷ്ണു K ദിവാകരൻ, ഡോക്ടർ KG ഗീതാഞ്ജലി, അഫ്സൽ മിഗ്ദാദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പെരിങ്ങനം ഗ്രാമപഞ്ചായത്തിൽ നിദ്ര ഗ്യാസ് ക്രിമറ്റോറിയം പ്രവർത്തന സജ്ജമായി. MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 50 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഗ്യാസ് ക്രിമറ്റോറിയം ഉദ്ഘാടനം നടത്തിയിരുന്നു. എന്നാൽ ജനറേറ്ററിന്റെ അഭാവം മൂലം പ്രവർത്തന സജ്ജമായിരുന്നില്ല. മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ജനറേറ്റർ സ്ഥാപിച്ച ഇപ്പോൾ ഗ്യാസ് ക്രിമറ്റോറിയം പ്രവർത്തന സജ്ജമാക്കിയിരിക്കുകയാണ്. വേൾഡിലെ ടോപ്പ് 5 ഓഡിറ്റേഴ്സ് ആണ് ഞങ്ങളുടെ ഓഡിറ്റ്. അതുകൂടാണ്ട് ഇന്റേണൽ ഓഡിറ്റ്, ഇന്റേണൽ വിജിലൻസ് ഒക്കെ വേറെ ഉണ്ട്. അതുകൂടാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ എത്രമാത്രം ഇഫക്റ്റീവായി, എത്ര ഇമ്പാക്റ്റ് ഉണ്ടായെന്ന് നോക്കാനായിട്ട് ഗ്രാൻഡ് തോട്ടൽ വീണ്ടും വരും. ഒരു കൊല്ലം കഴിയുമ്പോൾ ഇവർ പോയി ഞങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ പോവും. അത് ശരിയായ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടോ, ശരിയായ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്, ഇതൊക്കെ നോക്കാൻ നിങ്ങൾക്ക് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് അപ്ലിക്കേഷൻ കിട്ടിയാലും അതിൻ്റെ എല്ലാ സിസ്റ്റവും പെർഫെക്റ്റ് ആയിട്ട് നന്ദകുമാർ സാറ് ഏത് കാര്യം പറഞ്ഞാലും പറയും ഗോ എക്സ്പെർ. അത് നമുക്ക് വലിയ സൗകര്യമാണ്. അനാവശ്യമായിട്ടുള്ളൊരു കാര്യം ചെയ്യേണ്ട. എന്താണോ നിയമം വിശ്വസിക്കുന്നത് CSRന്റെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാമോ അത് നിങ്ങൾ ചെയ്തു. ഇപ്പൊ സാറ് വിളിച്ചിട്ട് പറഞ്ഞു കല്യാണത്തിന് അപേക്ഷ വന്നിട്ടുണ്ട്, നമുക്ക് ഹെൽപ്പ് ചെയ്യണം. ജനറേറ്ററിന്റെ പ്രവർത്തനോദ്ഘാടനം ET ടൈസൺ MLA നിർവഹിച്ചു. മണപ്പുറം പൈസ തരാൻ തയ്യാറാണ്, അഡ്വാൻസ് കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അവർ നിയമം സമ്മതിക്കുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ, അഡ്വാൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറ്റും? അവസാനം ഞങ്ങൾ ആലോചിച്ചപ്പോഴാണ് ഞാൻ
വൈസ് പ്രസിഡന്റും പ്രസിഡന്റും അത് പറയാൻ വിട്ടുപോയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി പറയാനുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പൊ. അപ്പൊ രണ്ടുപേരും ഞാൻ പറഞ്ഞേ ഒറ്റ വഴിയേ ഉള്ളൂ. ഈ അഡ്വാൻസ് കൊടുക്കുന്ന പണി നമുക്ക് പഞ്ചായത്ത് സെക്രട്ടറിയോട് കൂടെ ആലോചിക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം, അഡ്വാൻസ് നിങ്ങൾ കൊടുക്കുക കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവര് മെഷീൻ നമുക്ക് തരും, ഈ ജനറേറ്റർ നമുക്ക് കിട്ടും. ജനറേറ്റർ കിട്ടി കഴിയുമ്പോൾ പണം മണപ്പുറം കൊടുക്കും. ഇങ്ങനെ ഒരു അല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് തരത്തിലാണ് നിൽക്കുന്നത്. അഡ്വാൻസ് ഇട്ടാതെ ജനറേറ്റർ കമ്പനി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതുകൂടി പ്രശ്നമായി. അതാണ് കുഴപ്പം. ഓരോരുത്തരുള്ള ലീഗൽ പ്രൊസീജിയറുള്ള പ്രശ്നം അതാണ്. അപ്പോൾ ഏതായാലും എല്ലാ പ്രശ്നവും കഴിഞ്ഞ് ഇനി അവിടെ ഒരു നല്ല മനോഹരമാക്കി മാറ്റുക എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ഭരണസമിതി എല്ലാം തീരുമാനിച്ചാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. 10,000 രൂപയും മേലെ ഒരു പദ്ധതി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ചെയ്യുകയാണെങ്കിൽ അത് പ്രൊജക്ട് ആയതിനു ശേഷം നമുക്ക് അംഗീകാരം കിട്ടിയിട്ടൊക്കെ ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞ സമയത്താണ് നമ്മൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ ആ ഒരു വിഷമത്തിൽ മാഷ് തന്നെയാണ് നമ്മളോട് മണപ്പുറം ഫൗണ്ടേഷൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ മണപ്പുറം ഫൗണ്ടേഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ അങ്ങനെ ഓർമ്മയിൽ വന്നു. ഞങ്ങൾ പോയി സംസാരിച്ച് കുറേ പ്രാവശ്യം നമ്മൾ കയറി. കാരണം പല പല കമ്മിറ്റികളും അവർക്കുണ്ടല്ലോ, ഓരോ ട്രസ്റ്റ് ആയാലും അവർക്ക് പല കമ്മിറ്റികൾ ചേർന്ന് ചെയ്യാനും. അപ്പോൾ നമ്മൾ കുറേ പോയി. എന്നിരുന്നാലും നമ്മൾ ആ വിചാരിച്ച കാര്യം നമുക്ക് സാധിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് ഡി ദാസ് പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, വിവിധ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ER ഷീല, സായിദ മുത്തുക്കോയ തങ്ങൾ, ഹേമലത രാജ്കുട്ടൻ, വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി K ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന തലത്തിൽ ഖുർആൻ പാരായണത്തിൽ 1ാം സ്ഥാനം മുഹമ്മദ് സൈനുദ്ദീൻ ഇർഫാന് ആദരം നൽകി. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ മുസാബഖ കലാസാഹിത്യമേളയിൽ സംസ്ഥാന തലത്തിൽ ഖുർആൻ പാരായണത്തിൽ 1ാം സ്ഥാനം നേടിയ മുഹമ്മദ് സൈനുദ്ദീൻ ഇർഫാന് കഴിമ്പ്രം ദാറുൽ കൗസർ മസ്ജിദ് മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരം നൽകി. കേരളത്തിനകത്തും പുറത്തുമുള്ള 24 ജില്ലകളിൽ നിന്നുള്ള പ്രതിഭകൾ മാറ്റുരച്ച മത്സരത്തിൽ സീനിയർ വിഭാഗത്തിലാണ് കഴിമ്പ്രം ദാറുൽ കൗസർ മദ്രസയെ പ്രതിനിധീകരിച്ച വിജയം നേടിയത്. കാഞ്ഞിരപ്പള്ളി ഖത്തീബ് അനസ് ബാഖവി ഉദ്ഘാടനം ചെയ്തു. കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി വൈസ് പ്രസിഡന്റ് നൌഷാദ് പോക്കാക്കിലത്ത് അധ്യക്ഷത വഹിച്ചു. CP ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് മുഖ്യാതിഥിയായി. CP സാലിഹ് സാറിനെയും ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുഹമ്മദ് സൈനുദ്ദീൻ ഇർഫാനെയും വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹ്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഒന്നാമനായി പാസ്സായ ആദ്യമായി ഇർഫാനെ കാണുവാനും അവനൊരു ആദരവ് കൊടുക്കുവാനും സാധിച്ച സർവശക്തൻ്റെ നിമിത്തമാണ്, നമുക്കൊരു അനുഗ്രഹമാണ് ഇങ്ങനൊരു വേദിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചത്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേദി പങ്കിടുന്നത്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. സർവശക്തൻ അവന് ഇനിയും ഉയരങ്ങളിലേക്ക് പഠിക്കുവാനും പഠിപ്പിക്കുവാനും സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനോട് ദുആ ചെയ്യാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ദുആ ചെയ്യാം. അവന് ഇനിയും ഉയരങ്ങളിലേക്ക് പഠിക്കുവാൻ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത എൻ്റെ ചിന്ത. എന്താണ് ഈ കുഞ്ഞുമോൻ? തീർച്ചയായിട്ടും എന്തു വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കാനാണ്. അതിന് ഏറ്റവും കൂടുതൽ ശരിക്ക് ഇവരുടെ മാതാപിതാക്കളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. മുഹമ്മദ് അലി മൗലവി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. അസിസ്റ്റന്റ് ഖത്തീബ് അഹമ്മദ് ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി സെക്രട്ടറി താജുദ്ദീൻ മൂന്നാക്കപ്പറമ്പിൽ, മദ്രസ സ്വദർ മുഅല്ലിമീം റഹീം മുസ്ലിയാർ, മഹല്ല് പ്രസിഡന്റ് CB അബ്ദുൽ നാസർ, ജനറൽ സെക്രട്ടറി സലീം പുറക്കുളം, മതിലകം റേഞ്ച് പ്രസിഡന്റ് ഉമർ സാദി, സെക്രട്ടറി ജൌഫർ മൗലവി, നൌഫൽ റഹ്മാനി,
മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി KB അബ്ദുൽ ഖാദർ, മുഹമ്മദ് സാലിഖ് വാഫി, മൊയിനുദ്ദീൻ വാഫി എന്നിവർ സംസാരിച്ചു. വിശുദ്ധമായ ഖുർആന്റെ സീനിയർ വിദ്യാർത്ഥികൾ 24 ജില്ലയിൽ നിന്ന് പങ്കെടുത്ത് മത്സരം നടത്തിയപ്പോ ദാറുൽ കൗസർ 522 നമ്പർ രജിസ്ട്രേഷൻ ചെയ്ത ദാറുൽ കൗസർ മദ്രസ കഴിമ്പറത്തിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ഇർഫാൻ എന്ന വിദ്യാർത്ഥിക്ക് അതിൽ 1ാം സ്ഥാനം കിട്ടിയെന്നതിൽ ഈ പ്രദേശം മാത്രമല്ല, ഈ റേഞ്ച് മാത്രമല്ല, ഈ ജില്ലയും സ്റ്റേറ്റിൽ വരെ നിങ്ങളുടെ ഈ മദ്രസ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഒരു ചില്ലറ കാര്യമായിട്ട് കണക്കാക്കാൻ പാടില്ല. വ്യാപാര സംരക്ഷണ യാത്രയുടെ ജില്ലാ സമാപനം കൊടുങ്ങല്ലൂരിൽ നടന്നു. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ക്യാപ്റ്റനായി നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ ജില്ലാ സമാപനം കൊടുങ്ങല്ലൂരിൽ നടന്നു. വടക്കേനടയിലെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നടന്ന പൊതുസമ്മേളനം കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജാഥ വൈസ് ക്യാപ്റ്റൻ കുഞ്ഞാവു ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. S ദേവരാജൻ, പെരിങ്ങാമല രാമചന്ദ്രൻ, PC ജേക്കബ്, അഡ്വക്കേറ്റ് AJ റിയാസ്, ബാബു കോട്ടയിൽ, സംസ്ഥാന സെക്രട്ടറി ബാപ്പു ഹാജി, സലീം രാമനാട്ടുകര, സുബൈദ നാസർ, KV അബ്ദുൽ ഹമീദ്, ജാഥ ക്യാപ്റ്റൻ രാജു അപ്സര, KI നജാഹ്, P പവിത്രൻ എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. ബൈത്തു സക്കാത്ത് കേരളയുടെ വിദ്യാഭ്യാസ സഹായ പദ്ധതി പൂർത്തീകരണ പ്രഖ്യാപന സമ്മേളനം നടന്നു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്ക് തുക അനുവദിച്ച് ചേർത്ത് പിടിക്കുകയാണ് സംസ്ഥാന ബജറ്റ് 2024-25. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.